നാടകകുലപതി കെ.എം. ധർമ്മന്റെ നാടകജീവിതം കൂട്ടിയിണക്കി അലിയാർ മാക്കിയിൽ രചിച്ച പ്രിയ സദസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവ് നിർവഹിച്ചു. പ്രകാശന കർമ്മം പ്രൊഫസർ എം.കെ. സാനു നിർവഹിച്ചു. പള്ളുരുത്തി ഇ.കെ. നാരായണൻ സ്ക്വയറിൽ വെച്ച് നടന്ന നാടക കലാകാരൻ കെ.എം. ധർമ്മന്റെ നാടകജീവിതം കൂട്ടിയിണക്കി അലിയാർ മാക്കിയിൽ രചിച്ച പ്രിയ സദസ്സിന്റെ പ്രകാശന ചടങ്ങ് വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ സംഭാവനകൾ നാടക ജീവിതത്തിന് പ്രത്യേകിച്ചും ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധമാകുന്നത് ഇന്നത്തെ തലമുറയ്ക്കേറെ ഉപകാരപ്രദമാണ്. സംവിധാനം കെ.എം. ധർമ്മൻ എന്ന് കേട്ടാൽ ആളുകളൊക്കെ നാടകം കാണാൻ ഓടിക്കൂടുമായിരുന്നു. പതുക്കെ പതുക്കെ നാടകം അന്നത്തെ പോലെ സജീവമല്ലാതാക്കി രൂപത്തിലേക്ക് മാറുകയുള്ളൂ. ഈ തലമുറ നാടകരംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ധർമ്മൻ ചേട്ടന്റെ നാടക ജീവിതത്തിലൂടെയുള്ള സഞ്ചാരം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വൈയക്തികമായ അനുഭവങ്ങളുടെ പ്രതിപാദനത്തിനകത്ത് മാത്രം പരിമിതപ്പെടുന്നതായിരിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനപ്പുറത്തേക്ക് ആ കാലത്തിന്റെ സംസ്കാരം, നാടകം, രാഷ്ട്രീയം അതെല്ലാം ഇഴചേർത്ത് വെച്ചുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഈ പുസ്തകം വരിക. കാരണം ഇഴചേർത്തുകൊണ്ടായിരുന്നു ധർമ്മൻ ചേട്ടന്റെ ജീവിതം എന്നുള്ളത്. ആർട്ടിസ്റ്റ് സുജാതന് പുസ്തകം കൈമാറിക്കൊണ്ട് പ്രൊഫസർ എം.കെ. സാനു പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇവിടെ ഞാൻ പലപ്പോഴും പാട്ടാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞു. സംഗീതവും നാടകവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പഴയകാലം മുതൽ ആൾക്ക് നിശ്ചയമില്ലാത്ത കാര്യമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ ജർമ്മൻ തത്വശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗഹനമായ പുസ്തകത്തിന് ഇരിക്കുന്ന പേര് സംഗീതത്തിൻ്റെ ആത്മാവിൽ നിന്ന് ദുരന്ത നാടകത്തിൻ്റെ ജനനം. സംഗീതത്തിൻ്റെ ആത്മാവിൽ നിന്ന് ദുരന്ത നാടകത്തിൻ്റെ ജനനം. ബർത്ത് ഓഫ് ട്രാജഡി ഫ്രം ദ സ്പിരിറ്റ് ഓഫ് മ്യൂസിക്. വളരെ ഗഹനമായ പുസ്തകമാണ്. ചടങ്ങിൽ മുൻ എം.എൽ.എ. ജോൺ ഫെർണാണ്ടസ് അധ്യക്ഷനായി. മലയാള നാടകവേദിയിൽ 400 പ്രൊഫഷണൽ നാടകങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ 530-530ഓളം വരുന്ന നാടകങ്ങൾ ധർമ്മൻ ചേട്ടൻ സംവിധാനം ചെയ്തത്. കൊച്ചി മേയർ എം. അനിൽകുമാർ, വി.എ. ശ്രീജിത്ത്, ഇടക്കൊച്ചി സലീം കുമാർ, അലിയാർ മാക്കിയിൽ പി.കെ. മേദിനി, സി.ആർ. സുധീർ, പൗളി വത്സൻ, ജെ. സേവ്യർ, മീന രാജ് പള്ളുരുത്തി, പി.എ. പീറ്റർ, കെ.പി. ശെൽവൻ, അഡ്വക്കേറ്റ് എലിസബത്ത് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ഇത്ര സഹൃദയനായ, ഇത്ര നിഷ്കളങ്കനായ, ഇത്ര സ്നേഹസമ്പന്നനായ, ഇത്ര കുശാഗ്രബുദ്ധിയുള്ള, ഇത്ര സൗന്ദര്യ ആരാധകനായിട്ടുള്ള ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് മഹാഭാഗ്യവും. ആ മഹാഭാഗ്യം ചെയ്ത പ്രദേശത്തിന്റെ പേരാണ് പള്ളുരുത്തി. എനിക്ക് ധർമ്മൻ ചേട്ടൻ വളരെ ചെറുപ്പത്തിൽ തന്നെ നേരിട്ടറിയാവുന്ന ഒരാളാണ്. ഞാൻ ഇവരുടെ കുടുംബവുമായി അത്ര ബന്ധമുള്ള ഒരാളാണ്. ധർമ്മൻ ചേട്ടൻ്റെ വടക്കിനി എന്ന് പറയുന്ന സംഗീത നടേശൻ മാഷിൻ്റെ ചേട്ടൻ നടേശൻ മാഷിൻ്റെ സംഗീതത്തുലയിൽ കുറേ വർഷങ്ങളോളം ചെലവഴിച്ച ഒരാൾ എന്ന നിലയിൽ വിരിവ് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഉത്ബുദ്ധതയുടെ പ്രകാശം നമ്മുടെ മനുഷ്യ മനസ്സുകളിലേക്ക് പകർത്തിയ ഒരു കലാരൂപമാണ് നാടകം. ആ നാടകത്തെ അണിയിച്ചൊരുക്കുന്നതിൽ സ്ഥൂലമായ സംഭാവന നൽകിയ വ്യക്തിത്വമാണ് കെ.എം. ധർമ്മൻ എന്ന നമ്മുടെ ധർമ്മൻ. നട്ടുച്ചയിൽ പോലും പരസ്പരം തിരിച്ചറിയാനാവാത്ത വിധം ഇരുട്ട് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പ്രിയ സദസ് എന്ന ആ പേര് നൽകിക്കൊണ്ട് അനുഗ്രഹീതനായ കൊച്ചിയുടെ കലാകേരളത്തിന്റെ ശ്രേഷ്ഠനായ ഒരു പ്രതിഭയെ കലാരത്ന കെ.എം. ധർമ്മൻ. ഞാൻ എപ്പോഴും എൻ്റെ നാടകത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ 3 കൊല്ലം മുമ്പത്തെ പേരാണ് പ്രിയ സദസ് എന്ന് സാറിട്ടാണ്. സദസ്സാണ്. ഞാൻ നാടകം എഴുതുന്നുണ്ടെങ്കിലും നാടക സംവിധാനം എഴുതിയിട്ടില്ലെങ്കിലും നാടക സംവിധായകനാണെങ്കിലും നാടക കാഴ്ച ഞാൻ സദസ്സിന്റെ കൂടെയാണ്. ആര് നാടകം എഴുതിക്കൊണ്ടുവന്നാലും ഞാൻ ഈ നാടകം എങ്ങനെ സദസ്സ് എടുക്കുമെന്നുള്ളതാണ് എൻ്റെ നോട്ടം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. കാരണം എൻ്റെ വിശ്വാസം മിഡിൽ ക്ലാസ് കഥാപ്രസംഗവും നാടകവും. കെ.എം. ധർമ്മനെയും
അലിയാർ മാക്കീലിനെയും മന്ത്രി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. രക്തസാക്ഷി ഗ്രാമങ്ങളെ പുന്നപ്രവായനാർ ഗ്രാമങ്ങളെ വീരപുളകങ്ങളെ വീരകേരളത്തിൻ്റെ രോമാഞ്ചങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണ വിപണിയിൽ പ്രശസ്തി ആർജിച്ച തൊടുപുഴ ജയ്കോ ജുവൽസിന്റെ പുതിയ ഷോറൂം ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ ഏവർക്കും സ്വാഗതം.